എമിഗ്രേഷൻ ഓഫീസർ സാൻസിബാർ സീപോർട്ട്. ഇതാണ് സീൽ. ഈ താഴെയുള്ളത് ടാൻസാനിയൻ വിസയാണ്, ഈ മുകളിലത് കെനിയൻ വിസയാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിന് ഭയങ്കര പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പോകുന്നത് സാൻസിബാറിലേക്കാണ്. സാൻസിബാറിലെ മലയാളത്തിലെ ആദ്യത്തെ യൂട്യൂബ് വ്ളോഗാണ് ഇന്ന് മുതൽ അങ്ങോട്ടേക്ക് കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ കാണുന്നത്. സാൻസിബാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രത്യേകതയുള്ള ഒരു സംഭവമാണ്. നമ്മുടെ നാട്ടിലത് ലക്ഷദ്വീപ് എന്ന് പറയുന്നില്ലേ, ലക്ഷദ്വീപ് എന്ന് പറയുന്ന പോലെയാണ് സാൻസിബാർ കേട്ടോ. റാംബ്രോ ആണ് കൂടിയുള്ളത്, എൻ്റെ റൂംമേറ്റ് കേട്ടോ. ഞാനിവിടെ ഈ ദാറുസ്സലാമിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. പിന്നെ അതുപോലെ സാൻസിബാറിലേക്ക് നമ്മൾ ഷിപ്പിലാണ് പോകുന്നത് കേട്ടോ. വേൾഡിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു ഷിപ്പാണ്. നല്ല ഫാസ്റ്റായിട്ട് പോകും, അതുപോലെ നല്ല അടിപൊളിയാണ്. നമുക്ക് ആ ഷിപ്പിലെ കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിക്കുന്നത്. പിന്നെ നാളെ മുതൽ സാൻസിബാറിലെ സ്റ്റോൺ ഐലൻഡ് പോലുള്ള ബാക്കിയുള്ള കാഴ്ചകളാണ് കേട്ടോ. എന്താണ് സാൻസിബാർ എന്നുള്ളത് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പം സമയം ഒരു 8:30 മണിയായി. ഷിപ്പ് യാർഡിലേക്കാണ് പോകുന്നത്. ടിക്കറ്റ് ഓൾറെഡി ഞാൻ എടുത്തു. അതിൻ്റെ റേറ്റും അതുപോലെ ഷിപ്പിലെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. സ്കിപ്പ് ചെയ്ത് കാണണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം, എന്നാൽ മാത്രമേ വരുന്ന വീഡിയോസ് കാണാൻ പറ്റൂ. ഇപ്പോൾ 8:45 സംഭവം. റാമിൻ്റെ ഓഫീസിൽ പോയിട്ട്, റാമിൻ്റെ ഡ്രൈവറാണ് കൂടെയുള്ളത്, ഇദ്ദേഹം നമ്മളെ ഫെറിയിലാക്കി തരും കേട്ടോ. ഫെറിയിൽ 9:30 മണിക്കാണ് ബോട്ട്, അത് പറഞ്ഞില്ല, പക്ഷെ നമുക്ക് 9 മണിക്ക് എത്തിയാൽ മതി. ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം എന്താ പറയുക, സാൻസിബാർ എന്ന് പറയുമ്പം അതൊരു വല്ലാതൊരു സ്പെഷ്യൽ പ്ലേസ് ആണ്. സ്പെഷ്യൽ മീൻസ് സ്പെഷ്യൽ പ്ലേസ്. ആഫ്രിക്കൻ കൺട്രീസിലെ സാൻസിബാർ എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു ലെവലാണ്. വരുന്ന എപ്പിസോഡ് മുഴുവൻ കാണും കേട്ടോ, എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ ഫെറീൻ്റെ അകത്ത്, ഇതാണ് ടിക്കറ്റ്, ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കേട്ടോ. $35. നാട്ടിലത്തെ ഒരു 3000 രൂപയാണ് ടിക്കറ്റ് ഫെയർ. ഒരു ഫ്ലൈറ്റിനേക്കാൾ കൂടുതൽ ടിക്കറ്റ് ഫെയർ കേട്ടോ. $35 എന്ന് പറയുമ്പോൾ ഫോറിനേഴ്സിനാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് ആകെ 25,000 ഷില്ലിംഗ് ഉണ്ട്. നാട്ടിലത്തെ 500 രൂപ അത്രേ വരുന്നുള്ളൂ. ഭയങ്കര റേറ്റാണ്. പിന്നെ അതുപോലെ നമ്മളൊരു എയർപോർട്ടിൽ പോകുന്ന എല്ലാ ഫീലിംഗ് ഉണ്ട്. കാരണം ബാഗേജ് ചെക്കിംഗ് ഉണ്ട്, നമ്മുടെ പാസ്പോർട്ട് ചെക്ക് ചെയ്യും. ഇവിടുത്തെ ആൾക്കാർക്ക് ID കാർഡും മതി, ഫോറിനേഴ്സിന് പാസ്പോർട്ട് മസ്റ്റായിട്ട് വേണം. അതുപോലെ അവിടുത്തെ ഗവൺമെൻറ് അറൈവൽ കാർഡ് ഉണ്ട്. നമ്മൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പം ഇന്ത്യയിലൊക്കെ വരുമ്പോൾ അറിയാം, ഇങ്ങനത്തെ ഫോം തരും. എമിഗ്രേഷൻ ഫോമാണ്. കാരണം സാൻസിബാർ എന്ന് പറയുന്നത് വേറെ തന്നെ പ്രസിഡന്റും വേറെ തന്നെ ഗവൺമെൻറ്റും വേറെ തന്നെ എമിഗ്രേഷനും വേറെ തന്നെ പോലീസുമാണ്. ടാൻസാനിയയുടെ ഭാഗമാണ്, യുണൈറ്റഡ് ടാൻസാനിയയുടെ ഭാഗമാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടി സാൻസിബാർ എന്ന് പറയുന്നത് വേറെ തന്നെ ഭരണമാണ്. അവിടുത്തെ നിയമങ്ങളും ഭരണങ്ങളും ഒക്കെ വേറെയാണ്. അതുപോലെ ആഫ്രിക്കൻ കൺട്രിയിലെ സാൻസിബാർ എന്ന് പറയുന്നത് സേഫസ്റ്റ് പ്ലേസ് ആണ്. കാരണം അറബ്സ് കൂടുതൽ അവിടെ. ഒമാൻ്റെ കീഴിലായിരുന്നു പണ്ട് ഈ ഒരു സാൻസിബാർ. നമ്മൾ ഒമാനിൽ പോയത് പോലെ ഉണ്ടാവും. ബോട്ട് ഇത് ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. വെളിച്ചാണ്ട് കാണാൻ പറ്റില്ല. അവിടെ ക്യാമറ അലൗഡ് ഇല്ല. അവർ എയർപോർട്ട് പോലെയാണ് ശരിക്കും, ക്യാമറ ഒന്നും അലൗഡ് ഇല്ല. പിന്നെ ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ, കൂലിക്കാർ നിങ്ങളുടെ അടുത്ത് വരും. ഈ ചുവന്നൊക്കെ മഞ്ഞൊക്കെ കോട്ടിട്ടിട്ട് അവരൊന്നും മൈൻഡ് ആക്കരുത് കേട്ടോ. അവരും നിങ്ങളുടെ ലഗേജ് എടുത്ത് പോയിട്ട് അവർ പണം വരാനാണ് നോക്കുന്നത്. അപ്പോൾ അവരൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട. നിങ്ങൾ ജസ്റ്റ് വരുവാ, ഇരിക്കുക. ഈ ഇരിക്കുന്നുണ്ട് ആൾക്കാരൊക്കെ. ഇതേ സിറ്റിംഗാണ് നമുക്ക് ബോട്ടിനകത്തും കിട്ടുന്നത്. നോക്കാം. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ബോർഡ് ചെയ്യുന്നില്ലേ, അതുപോലെ നമ്മളിപ്പം ബോട്ടിലേക്കാണ് ബോർഡ് ചെയ്യാൻ പോണത്. കണ്ടോ, ഇതൊരു ബോട്ടാണ്. കിളിമഞ്ചാറോ എന്നാട്ടോ ഈ ബോട്ടിൻ്റെ പേര്. ഇത് കിളിമഞ്ചാറോ 5 ആണ്. ഇത് കിളിമഞ്ചാറോ 6 ആണ് തോന്നുന്നത്. 24 നോട്ടിക്കൽ സ്പീഡിൽ യാത്ര ചെയ്യുന്ന ഒരു ബോട്ടാട്ടോ. കാണിച്ചത് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇവിടെ നമുക്ക് ടാഗ് ചെയ്യണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇക്കണോമി സീറ്റ്, VIP സീറ്റ്, 2 സീറ്റ് വരുന്നുണ്ട്. നമുക്ക് ഇക്കണോമി സീറ്റിലേക്കാണ് പോകേണ്ടത്. ഇത് എയർ കണ്ടീഷൻ കേട്ടോ. ഇക്കണോമി ആണെങ്കിൽ തന്നെ എയർ കണ്ടീഷനാണ്. സീറ്റ് നമ്പർ ഇതിൽ കൊടുത്തിട്ടില്ല. ഇതാണ് ബോട്ടിൻ്റെ ഉൾവശം. നല്ല തണുപ്പാണ്. പിന്നെ വേറെ സന്തോഷവാർത്ത, അതെ അവിടെ പുറത്തിരിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഞാനിവിടെ ഇരുന്നിട്ടുണ്ട്. സീറ്റ് നമ്പറൊന്നും ഇല്ല കേട്ടോ. ഫ്ലൈറ്റിലത്തെ പോലെ സീറ്റ് നമ്പറും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഇഷ്ടമില്ലാത്തിരിക്കാം. ഇവിടെ ഇരിക്കാൻ കാരണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് കാണാം ഓപ്പോസിറ്റ് ഇവിടെ ചെറിയൊരു ഡോറ് കണ്ടോ. ഈ ഒരു ഡോറ് കണ്ടോ. ഈ ഡോറ് വഴിയാണ് ഈ മുമ്പിലത്തെ ഡെക്കിലേക്ക് കയറുന്നത്. നമുക്ക് അവിടെ ഓപ്പണായിട്ട് അവിടെ പോയിരിക്കാം. അപ്പം ഇത് കുറച്ച് കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ കയറി ഫുള്ളാവും. അതിനു മുമ്പ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് തുറക്കും വേണ്ടിയിട്ട് ഓടാം. നമുക്ക് കാഴ്ചകളാണ്ട്. നമ്മൾ വെറുതെ എ സി ആയിട്ട് യാത്ര ചെയ്യാൻ മാത്രം വന്നതല്ലോ. പിന്നെ
ഈ ഒരു കിളിമഞ്ചാരോ എന്ന് പറയുന്ന ഈ ഒരു ബോട്ടില്ല, ആക്ച്വലി ഇതൊരു സൻസിബാറിലുള്ള ഒരു കോടീശ്വരൻ കേട്ടോ, ഗവൺമെന്റ് ബോട്ടല്ല, പ്രൈവറ്റ് ആണ്. അപ്പം അദ്ദേഹം ഇവിടെ ഈ ഒരു ടാൻസാനിയയിലെ തന്നെ ഏറ്റവും വലിയൊരു കോടീശ്വരൻ. അങ്ങനെ സൻസിബാറിൽ നിന്ന് നമ്മളെ ഇപ്പം ലക്ഷദ്വീപിലൊക്കെ അറിയാം, ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ എത്രയോ മണിക്കൂറാണ് ലക്ഷദ്വീപിലെത്തുന്നത്. അതുപോലത്തെ കപ്പലായിരുന്നു ആദ്യം, രാവിലെ വിട്ട വൈകുന്നേരം എത്തുന്ന ടൈപ്പിലെ കപ്പലാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, പൈസ മുടക്കിയിട്ട് ഒരു ഫെറി സർവീസ് ആരംഭിച്ചു, ആസാദ് ഫെറി സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫെറി സർവീസ് ആരംഭിച്ചു. അതാണ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ടെക്നോളജി ഇവർ ഉപയോഗിക്കുന്നത്. ഇതിപ്പം 24 നോട്ടിക്കൽ മൈൽ വേഗതയിൽ ഈ ഒരു ബോട്ട് പോകുന്നത്. എന്നുവെച്ചാൽ 1.5 മണിക്കൂറോടെ നമ്മൾ 60 കിലോമീറ്റർ അവിടെ റീച്ച് ചെയ്യും. അത്ര സ്പീഡിലാണ് ഇത് പോകുന്നത്. ഇതിനേക്കാളും വലിയ കപ്പാസിറ്റി 600 ആൾക്കാർക്ക് സിറ്റിംഗ് കപ്പാസിറ്റി എന്ന വലിയ ബോട്ട് വരുന്നുണ്ട്. ഇവരുടെ ബോട്ടൊക്കെ ഭയങ്കര സൂപ്പർ കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇത് കണ്ടുപിടിക്കണം. ഇങ്ങനത്തെ കപ്പലൊക്കെയാണ് ശരിക്കും ലക്ഷദ്വീപിലൊക്കെ പോകാൻ വേണ്ടി നമുക്ക് വേണ്ടത്. 1 മണിക്കൂർ 1.5 മണിക്കൂറോടെ നമ്മൾ 70 കിലോമീറ്റർ പാസ് ചെയ്ത് അവിടെ എത്തി സുഖമായിട്ടൊക്കെ പോകാം അല്ലേ. അതിൽ യാത്ര ബോട്ട് എടുക്കട്ടെ, എടുത്തിട്ട് ഞാൻ ബാക്കി കഴിച്ചോ. ഫ്ലൈറ്റിലെ പോലെ തന്നെ ഇവിടെ അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബസ്സിൽ നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുങ്ങനെ. സമയം 9:35 മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒമാൻ എയറിൽ പോയത് പോലുണ്ട് അറബി കേൾക്കുമ്പോൾ. നമുക്കിവിടെ നമുക്ക് ലഗേജ് വെക്കാൻ പറ്റും കേട്ടോ. ലഗേജ് സ്റ്റോർ ചെയ്യുന്ന സ്പേസ് ആയത്. ബാഗ് നമുക്ക് നിലത്ത് വെക്കാൻ പറ്റില്ല, കാരണം വണ്ടി മൂവിങ് അല്ലേ, അതുകൊണ്ട് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ സീറ്റിൽ തന്നെ പോയിരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ സൈഡ് സീറ്റിൽ ഇരുന്ന് നമുക്ക് വണ്ടി മൂവ് ആകുമ്പോൾ മുമ്പിൽ വരാൻ പറ്റുന്നേ. ഇപ്പം ഡക്കിൽ കയറി നല്ല കാറ്റാണ്, നല്ല സ്പീഡിൽ 24 നോട്ടിക്കൽ മൈൽ 50 കിലോമീറ്റർ വേഗത്തിലാണ് പോകുന്നത്. നേരത്തെ പറഞ്ഞോളെ നീങ്ങാനായിട്ട് പോയ പോലെ ഉണ്ട് കേട്ടോ. നല്ല പാവമൊന്നും ചെയ്യുന്നുണ്ടോ, സൂപ്പർ, ഒന്നും പറയല്ലോ. കേൾക്കുന്നുണ്ടോ, പരനെ കേൾക്കുന്നുണ്ടോ? കാണുന്ന ഐലൻഡാണ്. നമുക്കിനിപ്പോൾ താഴോട്ട് പോകണം കേട്ടോ.
കാറ്റായിരുന്നു, കാരണം അത്ര സ്പീഡിലാണ് വന്നത്. അപ്പം ഇവിടെ എല്ലാവരും കാലിയായി. ഇനി നമുക്ക് താഴെ പോയിട്ട് നമ്മുടെ സീറ്റിൽ പോയിട്ടിരിക്കണം. നമ്മുടെ സീറ്റിൽ ഒരുത്തം കയറി ഇരുന്നിട്ടുണ്ട്. ഒന്നും പറയാനില്ല, നല്ല സ്പീഡായിരുന്നു. നല്ല സ്പീഡെന്ന് മാത്രമല്ല, പിന്നെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം എന്താ അറിയോ, ഇപ്പോൾ ഈ ഒരു ഫോറിനേഴ്സിന് മാത്രമേ ഈ ഫ്രണ്ടിലേക്ക് പോകാനുള്ള ചാൻസ് ഉള്ളൂ. കാരണം സാധാ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരല്ല ഇവിടുത്തെ ആൾക്കാർ. $35 എടുത്ത് നമ്മൾ ഫ്രണ്ടിലിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്ര ഫെസിലിറ്റീസ് കിട്ടുന്നത്. സാധാ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് സാധാരണ പലക സീറ്റൊക്കെയാണ് ബേക്കിലുള്ളത് കേട്ടോ. അവർക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ വരാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. പിന്നെ നല്ല സ്പീഡും നല്ല ഫോഴ്സ് ഉണ്ട്, കാറ്റ് നല്ല ശക്തിയിലടിക്കുന്നത്. അപ്പം നിങ്ങളിപ്പം ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കയറാതിരിക്കുക. അതുപോലെ ലേഡീസൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ ഞാൻ ഇരുന്നപ്പോൾ ഫ്രണ്ട് സീറ്റിലിരുന്നത്, ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാതെ മാക്സിമം ബാക്ക് സീറ്റിൽ പോയിരിക്കും. ബാക്ക് സീറ്റ് ആകുമ്പോൾ നമുക്ക് ഫ്രണ്ടിലും സീറ്റ്സ് വരുന്നതുകൊണ്ട് വലിയ പ്രശ്നം വരുന്നില്ല. നല്ല ഫോഴ്സാണ്. ഇപ്പോൾ ഈ എൻ്റെ ബാഗൊക്കെ പാറി കളിക്കുന്നുണ്ടായിരുന്നു. ഈവൻ എഴുന്നേറ്റ് നടക്കുമ്പോൾ തന്നെ നല്ലോണം കുലുങ്ങുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ സൻസിബാർ എത്തി. പിന്നെ ഇത് ടൈം എന്ന് വെച്ചാൽ രാവിലെ 7:30 മണിക്കൊരു കപ്പലുണ്ട്. മീൻസ് ഈ ഒരു ഫെറി സർവീസിന് 7:30 മണി, 9:30 മണി, അത് കഴിഞ്ഞാൽ പിന്നെ 12:45, പിന്നെ വൈകുന്നേരം 3:30 മണി. ആ സമയത്താണ് ഉള്ളത്. 4 സർവീസാണ് ഒരു ദിവസം നടത്തുന്നത്. ഇപ്പം മറന്നുകൊണ്ട $35 ഫോറിനേഴ്സിനും ഇവിടുത്തെ ആൾക്കാർ റേറ്റിനും നമ്മൾ നോക്കില്ല. നാട്ടിലത്തെ 500-600 രൂപയുള്ളൂ. 40-50 കിലോമീറ്റർ ലോങ്, 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് എത്തി. ഇപ്പം 11:15 നമ്മൾ 9:30 മണിക്ക് വിട്ടെത്തി. 1.25 മണിക്കൂർ കൊണ്ട് ഇവിടെ നമ്മളെത്തി. ഭയങ്കര ഫാസ്റ്റ് ആട്ടോ. പിന്നെ ശ്വാസം മുട്ടും, പറയാൻ വിട്ടുപോയി. പുറത്തിരിക്കുമ്പോഴേ നമുക്ക് നല്ല കാറ്റടിക്കുമ്പോൾ ശ്വാസം മുട്ടും കേട്ടോ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കയറാതെടുക്കും നല്ലത്. അപ്പം സൻസിബാറിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. ഒരു മിനി ഒമാനാണ്. കാരണം ഒമാൻ്റെ കീഴിലായിരുന്നു ഈ സ്ഥലം. സുൽത്താൻ കാബൂസ് വന്നതിന് ശേഷം അദ്ദേഹമാണ് ഇത് ടാൻസാനിയക്ക് വിട്ടുകൊടുത്തത് കേട്ടോ. അപ്പോൾ ഒരു ഒമാനിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടുന്ന് ലഗേജ് എടുത്തു. നമ്മൾ വിമാനത്തിൽ കയറി അതുപോലെ തന്നെ കേട്ടോ. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനാകുമ്പോൾ നമ്മളെന്ത് ചെയ്യും, ലഗേജൊക്കെ എടുത്ത് റെഡിയായിട്ട് നിൽക്കില്ലേ, അതേ ഫീലിംഗ് തന്നെ. എല്ലാവരും റെഡിയായിട്ട് നിന്ന് ഇറങ്ങാൻ വേണ്ടി, തുള്ളി ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഇവിടെ നമുക്ക് ഇമിഗ്രേഷനൊക്കെ ഉണ്ടെന്ന് കേട്ടോ തോന്നുന്നത്. അവരുടെ ഒരു ഫോം ഫില്ല് ചെയ്യാൻ നമുക്കല്ലേ അവിടുത്തെ പ്രൊസീജിയർ ആണ്. ചിലപ്പം ക്യാമറ അലൗഡ് ഉണ്ടാവില്ല. അലൗഡ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കേട്ടോ. എല്ലാവരും തിക്കി തിരക്കി ചവിട്ടി കുത്തി പുറത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് വരുന്നത് ബിസിനസ് ക്ലാസ് ആണ്. ആ ബാക്ക് സൈഡ് വരുന്നത് സാധാരണയും. അപ്പം ഇതാണ് പുറത്തേക്ക് പോകുന്ന വഴി. സൻസിബാർ ഫെറി ആട്ടോ ഇത്. ഇവിടെ സാധാരണ ഫിഷിങ്ങിൻ്റെ ബോട്ടൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറം കാണാൻ ചരക്ക് ബോട്ടുണ്ട്. അത് വണ്ടികളും അത് സിമെൻറ്റൊക്കെ അപ്പുറം ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കരീബു സൻസിബാർ. കരീമു എന്ന് വെച്ചാൽ സ്വാഗതം. കരീബു സൻസിബാർ. ഇതാണ് പുറത്തു പോകാനുള്ള വഴി. ഇവിടെ നമുക്കൊരു കണ്ടെയ്നർ യാർഡാണെന്ന് തോന്നുന്നു. ഒരുപാട് കണ്ടെയ്നേഴ്സ് ഇവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഷിപ്പ് ഉണ്ട്. ആ ഷിപ്പിൽ നിന്ന് കണ്ടെയ്നർ അൺലോഡ് ചെയ്യുന്നുണ്ട് കണ്ടോ. ഇവിടുത്തെ വെള്ളത്തിന് നിറം നോക്കിയാൽ നല്ല പച്ച കളറ്. സാധാരണ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു വൃത്തിയായിട്ട് മണം ഉണ്ടാവും. വെള്ളത്തിനൊരു മുട്ടയുടെ പോലത്തെ മണം. പക്ഷെ ഇവിടെ മണമൊന്നുമില്ല കേട്ടോ. നല്ല വൃത്തിയുണ്ട്. കാര്യം നല്ല വൃത്തിയുണ്ട്. അത് ജങ്കാർ കേട്ടോ. ഞാൻ കാണിച്ചിട്ടില്ല ഇപ്പം ലോഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ക്യാമറ എടുത്തിട്ട് ധൈര്യത്തോടെ ഇറങ്ങാം കേട്ടോ. കാരണം ഇത് സേഫാണ്, പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഞാൻ 2 ക്യാമറ തൂക്കി പിടിച്ച് നടക്കുന്നത്. ഓക്കെ, ഇവിടെ ഫോറിൻ അറൈവൽ ഉണ്ട്. ഇമിഗ്രേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ക്യാമറ അലൗഡ് ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. കാണാം. ഇവിടെ നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു യെല്ലോ ഫീവർ കാർഡ് ചോദിക്കും. അപ്പം ഇതെന്തായാലും വേണം കേട്ടോ. ഇമിഗ്രേഷൻ കഴിഞ്ഞു, പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഇവിടെ അവർ ചെക്ക് ചെയ്യും, പാസ്പോർട്ട് ചെക്ക് ചെയ്യും. അതിൽ സീലൊക്കെ അടിച്ചിരും കേട്ടോ. ഇത് എന്താ പറയുക, ഒരു രാജ്യമാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒരു രാജ്യമാണ്. കാരണം ടാൻസാനിയയുടെ കീഴിലൊരു രാജ്യമാണ്. ഇവിടെ വരാൻ വിസ ടാൻസാനിയ വിസയാണ് വേണ്ടത്. അപ്പം ഇവിടുത്തെ പ്രൊസീജിയറും പാസ്പോർട്ട് നമുക്ക് മസ്റ്റാണ്. പ്രൊസീജിയറൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മളൊരു വേറെ ഒരു രാജ്യത്ത് എത്തിയ പോലെ ഉണ്ട് കേട്ടോ. നമ്പർ പ്ലേറ്റൊക്കെ മാറ്റമാണ്. ഏതായാലും 19ാമത്തെ രാജ്യമായിട്ട് ഇതിന് അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സീല് കാണിച്ചിട്ടോ, അടിച്ച സീൽ ഇപ്പം ഞാൻ കാണിച്ചത്.
കേട്ടോ എമിഗ്രേഷൻ ഓഫീസർ സാൻസിബാർ സീപോർട്ട്. ഇതാണ് സീൽ. ഈ താഴെയുള്ളത് ടാൻസാനിയൻ വിസയാണ്, ഈ മുകളിലത് കെനിയൻ വിസയാണ്, അതിൻ്റെ നടുവിലായിട്ട് സാൻസിബാറും. അപ്പം എൻ്റെ ലൈഫിൽ എൻ്റെ 19ാമത്തെ ടെറിട്ടറി എന്ന് വെച്ചാൽ ഇവിടെയുള്ളവർക്ക് ടാൻസാനിയൻ പാസ്പോർട്ട് തന്നെയാണ്, പക്ഷേങ്കിൽ എന്നാലും ഇത് വേറെ തന്നെ ഒരു സംഭവം കേട്ടോ. 19ാമത്തെ കണക്കൂട്ടല്ലേ. എങ്ങനെ പോകേണ്ടതെന്ന് എനിക്കറിയില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ വലത്തെ സൈഡ് ഗേറ്റിൻ്റെ അടുത്ത് നമ്മുടെ കുറച്ച് മലയാളി ചങ്ക് ബ്രോസ് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം അവരുണ്ടോയെന്നുള്ളത്. നല്ല ചൂടാട്ടോ, നല്ല ചൂട്, നല്ല വെയിലും. 11:30 മണി സമയമായി. എമിഗ്രേഷൻ ഓഫീസേഴ്സ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും കേട്ടോ. എവിടെയാണ് പോണത്, എന്തിനാണ് പോണത്. ഞാനാണ് യൂട്യൂബ് ചാനലെടുത്ത് കാണിച്ചു കൊടുത്തത്, അവരങ്ങ് ഒഴിവാക്കിയിട്ട്. ഇതാണ് പുറത്തേക്ക് പോകുന്ന വഴി. ഏത് കാട്ടുമൂല പോലെ നമുക്ക് മലയാളികളുണ്ടാവും, ഉറപ്പാണ്. സാൻസിബാർ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഐലൻഡാണ്. മലയാളി ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല, പക്ഷെ ഇവിടെയും മലയാളികളുണ്ടാവും. നമുക്ക് പരിചയപ്പെടാം. പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് പ്രസാദ്. 10 വർഷമായിട്ട് സാൻസിബാറിലുണ്ട്. എന്താ വയ്ക്കുന്നത്? എയർലൈൻസ്. ഏത് എയർലൈൻസിനാ? ആഹാ, അടിപൊളി. നാട്ടിലെവിടെയാ? കണ്ണൂർ. എവിടെ? ഇത് എല്ലാം കണ്ണൂരാണല്ലോ. എൻ്റെ ഒരു അജേഷ്. ഞാൻ ഇവിടെ 4 വർഷമായി. ഞാൻ നമ്മുടെ ഹോസ്പിറ്റലുണ്ട്, ഗ്ലോബൽ ഹോസ്പിറ്റൽ. നാട്ടിലെവിടെയാ? നാട്ടിൽ കോട്ടയം. ഇവിടെയും കണ്ണൂരാണ് കേട്ടോ. കണ്ണൂരാണ് ശരിക്കും കൂടുതൽ. നമുക്ക് ഏതായാലും റൂമിൽ പോയിട്ട് വേഗം ബാഗൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങാം കേട്ടോ. ശരി. റൂമിലേക്ക് ഇവിടുന്ന് 10 മിനിറ്റ് നടക്കാനുള്ളൂ കേട്ടോ. കരീബു 10 മിനിറ്റ് നടക്കാനുള്ളൂ. ഇത് നല്ല രസമാണ് കേട്ടോ. നല്ല കോവളത്തൊക്കെ ഇപ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട്. റൈറ്റ് സൈഡ് നോക്കിയാൽ നല്ല കടൽ, പിന്നെ നമ്മളെ സ്വന്തം TVS ഓട്ടോറിക്ഷ. ജപ്പാൻ ഇറക്കുമതി ഇത് ഒരുപാട് സെക്കൻഡ് ഹാൻഡ് വണ്ടിയുണ്ട്. അടിപൊളി. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം എനിക്കറിയാം നിങ്ങൾ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുള്ളത്. എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിൻ്റെ അടുത്ത കാഴ്ചകൾ, സൻസിബാറിലെ കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം കേട്ടോ. കാഴ്ചകൾ നിങ്ങൾ കണ്ടല്ലോ, ഒരുപാട് കാഴ്ചകളുണ്ട്, കുറച്ചൊന്നുമില്ല, നല്ല അടിപൊളി കാഴ്ചകളുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡ് ഉഷാറായിട്ട് കാണാം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. ഒന്നും കൂടി ഞാൻ പറയുന്നു, മലയാളത്തിലെ ആദ്യത്തെ യൂട്യൂബ് വ്ളോഗാണ് സൻസിബാറിലേത്. സൻസിബാർ മുഴുവനും കലക്കി അടിച്ചിട്ട് കാണിച്ചിട്ട് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.